നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും പതിനാറാം സങ്കീർത്തന നിവൃത്തി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 32 വരെ നമുക്ക് വായിക്കാം. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവീൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെക്കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറേയനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മയുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്ന അസാധ്യമായിരുന്നു. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ നാവ് ആനന്ദിച്ചു. എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു. നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും എന്ന് ദാവീദ് അവനെക്കുറിച്ച് പറയുന്നുവല്ലോ. സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെക്കുറിച്ച് അവൻ മരിച്ചു, അടക്കപ്പെട്ടു എന്ന് പറയാം. അവൻ്റെ കല്ലറ ഇന്നുവരെ നമ്മുടെ ഇടയിലുണ്ടല്ലോ. എന്നാൽ അവൻ പ്രവാചകനാകിയാൽ ദൈവം അവൻ്റെ കടിപ്രദേശത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും എന്ന് തന്നോട് സത്യം ചെയ്തുറപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ട് കളഞ്ഞില്ല. അവൻ്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മുൻപ് കൂട്ടി കണ്ട് പ്രസ്താവിച്ചു. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികൾ ആകുന്നു. പതിനാറാം സങ്കീർത്തനം ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. അതിൽ നിന്റെ പരിശുദ്ധനെ പാതാളത്തിൽ നീ വിട്ടുകളയുകയില്ല, അവൻ്റെ ശരീരം ദ്രവത്വം കാണുകയില്ല എന്നൊക്കെയാണ് ഈ 16 സങ്കീർത്തനത്തിൽ ദാവീദ് എഴുതിയിട്ടുള്ളത്. അത് ക്രിസ്തു ജനിക്കുന്നതിന് അല്ലെങ്കിൽ മരിക്കുന്നതിന് 1000 വർഷം മുമ്പാണ് എഴുതിയത്. പക്ഷേ ദാവീദിൻ്റെ കാര്യം ആയിരുന്നില്ല. കാരണം ദാവീദ് മരിച്ചു, അടക്കപ്പെട്ടു. ദാവീദിൻ്റെ കല്ലറ ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ദാവീദിൻ്റെ കാര്യമല്ല. പിന്നെ ദാവീദിൻ്റെ വംശത്തിൽ ഒരാൾ നിത്യരാജാവാകും, ദൈവരാജ്യം സ്ഥാപിക്കുമെന്ന് ദാവീദിനോട് ദൈവം വാഗ്ദാനം ചെയ്തു. ദാവീദ് ഒരു ദേവാലയം പണിയാൻ ആഗ്രഹിച്ച് നാഥാൻ പ്രവാചകനോടത് പറഞ്ഞു. നാഥാൻ പ്രവാചകൻ പറഞ്ഞു, നല്ല കാര്യം. പക്ഷേ ദൈവം നാഥാൻ പ്രവാചകനോട് പറഞ്ഞു, നീ പോയി ദാവീദിനോട് പറയണം, നീ അല്ലത് പണിയേണ്ടത്, നിന്റെ മകനായിരിക്കും. ശൗലിൻ്റെ മകനായ യോനാഥാൻ രാജാവായില്ല. ശൗലും യോനാഥാനുമൊക്കെ യുദ്ധത്തിൽ മരിച്ചുപോയി. എന്നാൽ നിന്റെ സന്തതിക്ക് ഞാൻ രാജത്വം നൽകും. നിന്റെ ശേഷം നിന്റെ സന്തതി, അവൻ്റെ ശേഷം അവൻ്റെ സന്തതി. അങ്ങനെ അത് നിലനിൽക്കുകയും അവസാനം നിത്യരാജ്യത്വം, ദൈവരാജ്യത്വം നിന്റെ സന്തതി സ്ഥാപിക്കുകയും ചെയ്യും. ആ സന്തതി എന്ന് ഉദ്ദേശിക്കുന്നത് യേശുവിൻ്റെ കാര്യമാണ്. അബ്രഹാമിനോട് ദൈവം അത് പറഞ്ഞിരുന്നു, നിന്റെ സന്തതി മൂലം ഞാൻ ലോകത്തെ അനുഗ്രഹിക്കും. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, സന്തതികളെന്ന അനേകരെക്കുറിച്ചല്ല, സന്തതി എന്ന ഏകനെക്കുറിച്ചാണ്. അത് ഇസ്ഹാക്കിൻ്റെ കാര്യമല്ല, അത് യേശുവിൻ്റെ കാര്യമാണ്. അബ്രഹാം വംശത്തിൽ ജനിക്കുന്ന യേശുവിൻ്റെ കാര്യമാണ്. യേശു ദൈവരാജ്യം സ്ഥാപിക്കും. യേശുവിന് ജനന സമയത്ത് യോസേപ്പിനോട് പറഞ്ഞത് അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ദാവീദിൻ്റെ വംശത്തിൽ ആ സിംഹാസനത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കുന്നത് യേശു ആയിരിക്കും. അല്ലെങ്കിൽ ദൈവരാജ്യം സ്ഥാപിക്കാൻ ഒരാൾ വരും, ഒരു പരിശുദ്ധൻ വരും എന്ന് ദൈവം ദാവീദിനോട് പറഞ്ഞു. ദാവീദ് അത് 16 സങ്കീർത്തനത്തിൽ എഴുതി. ഇവിടെ പത്രോസ് യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങൾ വായിക്കുന്ന സങ്കീർത്തനം ഉണ്ടല്ലോ, അതിലെ 16 സങ്കീർത്തനത്തിൽ
നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കയില്ല എന്ന് ഉള്ളത് വേറെ ആരെയും കുറിച്ചല്ല. അത് ദാവീദിൻ്റെ പുത്രനായി യൂദഗോത്രത്തിൽ ജനിച്ച, ഇവിടെ യെരുശലേമിൽ അല്ലെങ്കിൽ കാൽവറിയിൽ മരിച്ച, പിന്നീട് യോസേപ്പിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ട, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ കാര്യമാണ്. യേശുവിൻ്റെ ശരീരം മണ്ണോട് മണ്ണായില്ല, അത് ദ്രവത്വം കണ്ടില്ല. യേശു താൻ പറഞ്ഞതുപോലെ യോനയുടെ അടയാളം അല്ലാതെ നിങ്ങൾക്ക് ലഭിക്കയില്ല എന്ന് യേശു പറഞ്ഞിരുന്നു. യോന 3 നാൾ കടലാൻ്റെ വയറ്റിയിരുന്ന പോലെ ഞാൻ 3 ദിവസം ഭൂമിക്കുള്ളിൽ ഇരിക്കുമെന്ന് യേശു പറഞ്ഞിരുന്നു. ഈ മന്ദിരം പൊളിപ്പി 3 നാൾ കൊണ്ട് ഞാൻ പണിയാം എന്ന് യേശു പറഞ്ഞിരുന്നു. അപ്പോൾ യേശു പറഞ്ഞതനുസരിച്ച് താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഞങ്ങളതിൻ്റെ സാക്ഷികളാണ്. അപ്പോൾ കർത്താവായ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മൂലം എന്താണ് സംഭവിച്ചിരിക്കുന്നത്? റോമാലേഖനം 1-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണ്ണയിക്കപ്പെട്ടു. അപ്പോൾ ദൈവപുത്രൻ ക്രിസ്തുവായി അല്ലെങ്കിൽ മെശിഹയായി രക്ഷിതാവായി ലോകത്തിൽ വരും എന്ന് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. ആ പ്രവചനം യേശുവിലൂടെയാണ് നിവർത്തിക്കപ്പെട്ടിരിക്കുന്നത്. യേശുവാണ് മെശിഹ, യേശുവാണ് ദൈവരാജ്യം സ്ഥാപിക്കാൻ പോകുന്ന രാജാവ്. അതുകൊണ്ടാണ് യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത്, യേശു മണ്ണോട് മണ്ണായി തീരാതിരുന്നത് എന്ന് പത്രോസ് ബൈബിൾ തെളിയിച്ചുകൊണ്ട്, ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ പ്രസ്താവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ നരകം ഏറ്റ് മരിച്ചു. അതാണ് ദൈവനീതി. അത് ശരിയായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട്, തൻ്റെ പാപനിമിത്തമല്ല യേശു കൊല്ലപ്പെട്ടതെന്ന് തെളിയിച്ചുകൊണ്ട് യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുക. ആ കല്ലറ തുറന്നാണ് കിടക്കുന്നത്. ദാവീദിൻ്റെ കല്ലറ കാലത്ത് അടഞ്ഞ് കിടന്നിരുന്നു. എന്നാൽ യേശുവിൻ്റെ കല്ലറ തുറന്നു കിടക്കാനിടയായി ഒരു ദൂതൻ വന്നാണ് ആ കല്ല് ഉരുട്ടി മാറ്റിയത്. ശിഷ്യന്മാർ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആ ശരീരമില്ലായിരുന്നു. എന്നാൽ പുറത്ത് യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ടു, പലതവണ പ്രത്യക്ഷപ്പെട്ടു. പിന്നീടാണ് അവർക്ക് അങ്ങ് സ്വർഗ്ഗാരോഹണം ചെയ്തത്. പത്രോസ് പറയുകയാണ്, ഞങ്ങളതിൻ്റെ സാക്ഷികളാകുന്നു. യേശുവിൻ്റെ മരണത്തിന്, അടക്കത്തിന്, ഉയർപ്പിന്, സ്വർഗ്ഗാരോഹണത്തിന് ഞങ്ങൾ സാക്ഷികളാണ്. അതുകൊണ്ട് നിങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. യേശുവിനെ ദേവാലയത്തിലേക്കല്ല പോകേണ്ടത്, അവിടെ ദൈവമില്ല എന്നാണ് വ്യംഗ്യമായിട്ട് പത്രോസ് പറഞ്ഞത്. വളരെ ആശ്ചര്യത്തോടെ അവർ കേട്ടിരിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.